നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ മകം, പൂരം, ഉത്രം കാല ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ മകം, പൂരം, ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് ഏപ്രിൽ 14 തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 8-ലാണ്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും 14 തീയതിക്ക് ശേഷം 9-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ടും അത്ര നല്ല ഫലത്തെയല്ല ചന്ദ്രൻ സൂചിപ്പിക്കുന്നത്. 14 തീയതി വരെ 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെ സൂചിപ്പിക്കുന്നു. 14 തീയതിക്ക് ശേഷം 9-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഭാഗ്യസ്ഥാനമാണ് 9. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു. വിചാരിക്കാതെ തന്നെ ഓരോ പ്രാരാബ്ധങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് പലവിധ കുറവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അഭിമാനം ഉണ്ട് എല്ലാവർക്കും, അല്ലേ? ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്ന ഒരു ഫലമാണല്ലോ അപമാനം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ ഈ അപമാനം എന്ന മോശഫലത്തേക്ക് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഏപ്രിൽ 3 തീയതി വരെ ചൊവ്വ 11-ലാണ്. 11-ൽ നിൽക്കുന്ന ഏത് ഗ്രഹത്തെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പക്ഷേ ഏപ്രിൽ 3 തീയതി വരെ ഉള്ളൂ, അതായത് വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ചൊവ്വ 11-ൽ നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ജനപദ അധികാര ലാഭം വന്നു ചേരുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക, സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം, പലവിധ സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് 3 ദിവസം മാത്രമേ ഉള്ളൂ ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. 3 തീയതിക്ക് ശേഷം 12-ലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല. ഒട്ടും വിചാരിക്കാതെ തന്നെ അനാവശ്യമായിട്ട് ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. മനോവിചാര വ്യാധികൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ മോശഫലം നമ്മളിലേക്ക് വരാൻ പാടില്ല, അല്ലെ? അപ്പൊ ഈ മോശഫലത്തെ നമുക്ക് എന്തായാലും ഒഴിവാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിരുന്ന് നാമം ജപിക്കുക. കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ. അപ്പൊ ഈ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ചന്ദ്രൻ നോക്കുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരുക, കാര്യവിജയം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, കുടുംബ സുഖം വന്നു ചേരുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ വിജയിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്ന ഫലത്തെയാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിപുണത വന്നു ചേരുക, സാമർഥ്യം വന്നു ചേരുക, വളരെ നല്ല ഫലമാണ്. ഇപ്പൊ ഈ 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചതെന്നുണ്ടെങ്കിൽ 10-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഒരു പരിധിവരെ ഈ ഫലത്തിന്റെ വിപരീതമായിട്ടുള്ള കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവത്തിലാണ് വ്യാഴസ്ഥിതി. കർമ്മവൈകല്യം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. കർമ്മവൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമുക്ക് നമ്മളുടെ കർമ്മത്തിൽ നിന്ന് ലഭിക്കാത്തൊരു ഫലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല ഫലം ലഭിക്കുകയും വേണം. അപ്പൊ ആ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, കർമ്മവൈകല്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി ആരാധിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചൊന്നും വരില്ല. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല.
മനസ്സിരുത്തി തൊഴുതു കഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ക്ഷേത്ര ദർശനമൊന്നും സാധ്യമാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം. നാരായണ എന്നുള്ള നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വൈകല്യങ്ങൾ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരും. വീണ്ടും 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹാരംഭ പ്രവൃത്തികൾ തന്നെ തുടങ്ങാനായിട്ട് പറ്റുക. ഇപ്പൊ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഓരോ ഫലങ്ങളെ സൂചിപ്പിച്ചപ്പോൾ പല ഗ്രഹങ്ങളും മോശസ്ഥാനത്താണ്. പക്ഷെ ഈ 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികളെ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നമ്മളിലേക്ക് നല്ല ഫലം വന്നു ചേരും എന്ന് പൊതുവെ ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടു കൂടി 8-ലേക്ക് ശനി വന്നു. 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം. ദൈവാധീന കുറവുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒട്ടും വിചാരിക്കാതെ തന്നെ അനാവശ്യമായിട്ട് പണത്തിന് ചെലവ് വന്നു ചേരുക. 2.5 വർഷ കാലയളവാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത്. നമ്മൾ മനസാ വാചാ കർമ്മണ ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എത്രത്തോളം നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ പോലും നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും വേണ്ടപ്പെട്ടവരോട് കലഹം വന്നു ചേരുക. നമ്മുടെ വേണ്ടപ്പെട്ടവരോട് സ്വജനങ്ങളോട് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മോശഫലങ്ങളെ നമ്മളിലേക്ക് വരാതെ നമുക്ക് തന്നെ രക്ഷിക്കുകയും വേണം അല്ലെ. അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുന്നതും ധനപരമായിട്ടും മോശമായിട്ടുള്ള ഫലങ്ങളൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഫലമല്ല. അപ്പൊ എന്തായാലും ആ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക. അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനമൊക്കെ ചെയ്യാം. പഞ്ചാക്ഷര നാമം ജപിക്കാം. നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം. അതിന് പ്രായമൊന്നുമില്ല. 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, ഏത് പ്രായത്തിൽ നാമം ജപിക്കണം. നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും, ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. ഇപ്പൊ 8-ലാണല്ലോ ശനി എന്ന് വിചാരിച്ചിട്ട് ആരും പ്രഭവിക്കേണ്ട കാര്യമൊന്നുമില്ല ചിങ്ങക്കൂറുകാർ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രോഗ ദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർ തരുന്നതായിട്ടുള്ള ആ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ രോഗമുക്തി വന്നു ചേരില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങളും നാമജപാദികളും ചെയ്യുകയും ചെയ്യുക. അപ്പൊ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല. അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. അപ്പൊ മോശഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല. അപ്പൊ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പൊ ആത്മവിശ്വാസം വന്നു ചേരാൻ, ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും, അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത, ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 10 ജോലി ചെയ്യാനുണ്ട്. നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ 10 ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക, ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക. പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത, ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത്. നേരെ തിരിച്ചോ, നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ 3 കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക. അത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നാളെ ചെയ്യേണ്ടി വരുമല്ലോ, നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. യാതൊരു സംശയമില്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലിയെല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും. നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും, നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും. നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല, ആത്മവിശ്വാസമാണ് വരുന്നത്, അല്ലേ? അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ, ഊർജ്ജസ്വലത വന്നു ചേരട്ടെ, എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ. എന്തായാലും അന്നന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.